ശ്രീ കെ വി ദയാൽ സാർ സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, 4 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നത്. 4 കാര്യങ്ങൾ. ഒന്ന്, ആയുസ് കൂട്ടാനുള്ള നടപടികൾ കണ്ടുപിടിക്കണം, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ആരോഗ്യം ആർജിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങണം. കാരണം ഇന്ന് ആരോഗ്യ മേഖലയിൽ നടക്കുന്ന കൊള്ള അതൊന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടാവണം. ആരോഗ്യം, ആനന്ദം. ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടത് ആനന്ദമായിരിക്കുകയും ആനന്ദത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നുള്ളത് യാതൊരുവിധ അറിവില്ലാതെ ഉടരുന്ന മനുഷ്യർ, ഇവരെ ശരിയായ പാതയിലൂടെ ആനന്ദത്തിൽ എത്തിക്കേണ്ട വഴികൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് നേരെ വഴിയിലെത്തിക്കുക. ആയുസ്, ആരോഗ്യം, ആനന്ദം, സൗന്ദര്യം, 4 കാര്യങ്ങളാണ്. അതിൽ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഇപ്പം തൽക്കാലമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. നരച്ച വെളുത്ത മുടിയെ ഒന്ന് കറുപ്പിക്കുക. നാളെ മുടി നരക്കാതിരിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ഇവിടെ നിന്ന്. മുടി നരക്കില്ല, കാരണം ഞാനൊരു ആദിവാസി ഊരിൽ, ഒരുമയൂര് എന്ന് പറയുന്ന ആദിവാസി ഊരിൽ ഇടുക്കിയിൽ പോയിട്ടുണ്ട്. അവിടെ ഒരൊറ്റ മനുഷ്യൻ്റെ മുടി നരച്ചിട്ടില്ല. എത്ര വയസ്സായെന്ന് പോലും തിരിച്ചറിയാൻ പാടില്ലാത്ത ആദിവാസി സമൂഹം. അവരുടെ ഭക്ഷണക്രമം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടി നരക്കാതിരിക്കാനുള്ള പ്രൊഡക്റ്റ് സാധ്യമാണ്. നമ്മുടെ ശരീരത്തിന് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇറങ്ങും. അപ്പോൾ സൗന്ദര്യത്തിൻ്റെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. അതായത് മനുഷ്യന് ദോഷമില്ലാത്ത ഇത്. എന്തുകൊണ്ടാണ് ഈ ഡൈ വേണമെന്ന് ഞാൻ പറയാൻ കാരണം, ആളുകളെ സംബന്ധിച്ച് നരയ്ക്കുമ്പോൾ ഒരു മാനസിക പ്രയാസമാണ്. വയസ്സായി എന്നുള്ളത് തോന്നുന്നുണ്ടാകും. അതൊന്നും മാറ്റിയെടുത്തില്ലെങ്കിൽ അതിനായിട്ട് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്ന പ്രൊഡക്റ്റുകൾ കെമിക്കൽ ഡൈ തേച്ച് തലയിൽ വെള്ളപ്പാണ്ടായി ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടായ ആൾക്കാരുടെ അടുത്ത് വരുന്നത്. കെമിക്കൽ ഡൈ അടിച്ചിട്ടാണ് അത് വരുന്നത്. ഈ കെമിക്കൽ ഡൈ ഉള്ളിൽ ചെന്ന് ലിവർ പോയിട്ടുണ്ട് പലരുടെയും. ഇതിനൊരു താൽക്കാലിക ബദൽ എന്ന രീതിയിലാണ് നമ്മളിത് ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പോരായ്മകളുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവർ കറക്റ്റായിട്ട് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യണം. പരിഹാരം കാണാൻ നമുക്കറിയാം. ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കണം. അറിയിച്ചിട്ട് അതിനൊരു പരിഹാരം കാണാൻ സാധ്യമാണ്. ഇത് പൂർണ്ണമായും നാച്ചുറലായിട്ടുള്ള ഒരു ഡൈ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തൊരിടത്തും അത്തരത്തിലൊരു നാച്ചുറൽ ഡൈസ് ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഇറക്കാൻ പറ്റില്ല, എനിക്ക് ഉറപ്പുണ്ട്. നാളിതുവരെയുള്ള സയൻസ് പഠിച്ചവർക്ക് നാച്ചുറലായിട്ടുള്ള ഒരു എയർ ഡൈ ഉണ്ടാക്കി ഇറക്കാൻ പറ്റില്ല. എന്നാൽ ഇവരെ പഠിപ്പിക്കുന്ന ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തിന് അത് സാധ്യമാണ് താൻ. ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലാണ് ഈ